ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അതിനെയൊക്കെ. അല്ലാത്തതൊക്കെ നിങ്ങൾ ജസ്റ്റ് റിലീസ് ചെയ്ത് വിടാം. ഭദ്രകാളി അമ്മ പറയുന്നത്, ഒരു വ്യക്തിയിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ഒരാൾ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരാൾ വന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രം നിങ്ങളിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തിയെ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഒരാൾ നിങ്ങളുടെ ഫേസ് ടു ഫേസിൽ നേർക്ക് നേരെ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പം ഇത് നിങ്ങളൊരു കോർട്ട് കേസായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിവോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോബിൻ്റെ ഒരു മീറ്റിംഗ് ആയിരിക്കാം. ഒരു ഫേസ് ടു ഫേസ് കണക്ഷൻ ഇവിടെ വരുന്നതായി കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ലവ് ലൈഫിൽ നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങളായിരിക്കും ചിലപ്പം വരാൻ പോകുന്നത്. ഓക്കെ, ലവ് ലൈഫ് മൊത്തം മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരിക്കാം, ചിലപ്പോൾ ഒരു റീയൂണിയൻ തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തോത്തിനെങ്കിലും അട്രാക്റ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അമ്മ പറയുന്നത്. ആ ഒരു ഒഴുക്കിൽ നിങ്ങളിങ്ങനെ പോവുക എന്നാണ് അമ്മ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സങ്കടം അമ്മ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അഥവാ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ആ പ്രശ്നം എത്രത്തോളം നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കും തോറും അത് ഭയങ്കരമായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, അതിനെ നിങ്ങൾ വിട്ടുകളയുക എന്നതാണ് അമ്മ പറയുന്നത്. പിന്നെ ചില ആളുകളിൽ അമ്മ കാണുന്നുണ്ട്, ചില ആളുകളെ നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ട്. പിരിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ ഞാനങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ഓർത്തോർത്ത് കരയുന്നു, ഓർത്തോർത്ത് വിഷമിക്കുന്നു. എന്ത് ചെയ്യും ഞാനിനി, അയ്യോ ഞാനങ്ങ് പറയുകയും ചെയ്തു പോയി, ഞാനങ്ങനെ ഒരു തെറ്റ് ആവർത്തിച്ചു, എന്ത് ചെയ്യും എന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു പോവും എന്നിങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വിഷമം തന്നതും അമ്മ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ തന്നത്? നിങ്ങൾക്ക് പുതിയൊരു വഴി തുറക്കാൻ വേണ്ടിയിട്ട്. ഈ വഴി അടയുമ്പോൾ അടുത്ത വഴി അമ്മ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ടായിട്ടുള്ള സോണിൽ നിന്ന് പുറത്ത് വരണം. അതിനു വേണ്ടിയാണ്. അവിടെ ഒരു മാറ്റം വരണം നിങ്ങളുടെ ലൈഫിൽ. കുറച്ചും കൂടെ ശക്തിയായി ഒഴുകാൻ വേണ്ടി, നിങ്ങൾ കുറച്ചും കൂടെ വേഗത്തിൽ, കുറച്ചും കൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ആ വ്യക്തിയുടെ റോള് കഴിഞ്ഞു, ഇനിയില്ല. അമ്മ പറയുന്നത്, ഈ വഴക്ക് കാരണം എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്ന് നിനക്കറിയാം ഇല്ലേ? അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈ സാഹചര്യം നീ മനസ്സിലാക്കൂ. അതിനുശേഷം നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുക. ഭദ്രകാളിയേ നമഃ.